ഇന്ത്യൻ പൗരന്മാർ റഷ്യൻ സൈന്യത്തിൽ ചേരുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. റഷ്യയിലേക്ക് പോയ ഇന്ത്യക്കാരിൽ പലർക്കും യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകേണ്ടി വന്നുവെന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. ഇന്ത്യൻ പൗരന്മാരെ റഷ്യൻ സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യുന്ന വിഷയം ഡൽഹിയിലെയും മോസ്കോയിലെയും അധികാരികളുമായി ഇന്ത്യ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ഈ രീതി അവസാനിപ്പിച്ച് പൗരന്മാരെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യാഴാഴ്ച വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി തവണ സർക്കാർ ഈ നടപടിയിൽ അന്തർലീനമായ അപകടങ്ങളും അടിവരയിടുകയും അതനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. ബാധിതരായ ഇന്ത്യൻ പൗരന്മാരുടെ കുടുംബങ്ങളുമായും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. റഷ്യൻ സൈന്യത്തിൽ ചേരുന്നതിനുള്ള ഏതൊരു ഓഫറുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ഞങ്ങൾ വീണ്ടും ശക്തമായി അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത് അപകട സാധ്യത നിറഞ്ഞ ഒരു കോഴ്സാണ്. ജൂലൈ ആദ്യം റഷ്യൻ സായുധ സേനയിലെ ഇന്ത്യക്കാരുടെ എണ്ണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകവേ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് രാജ്യസഭയോട് പറഞ്ഞു. റഷ്യൻ സായുധ സേനയിൽ 127 ഇന്ത്യൻ പൗരന്മാരുണ്ടായിരുന്നു. അതിൽ 98 പേരുടെ സേവനം ഈ വിഷയത്തിൽ ഇന്ത്യ റഷ്യൻ സർക്കാരുകൾ തമ്മിലുള്ള ഉയർന്ന തലങ്ങൾ ഉൾപ്പെടെയുള്ള നിരന്തരമായ ഇടപെടലിന്റെ ഫലമായി നിർത്തലാക്കി. 13 ഇന്ത്യൻ പൗരന്മാർ റഷ്യൻ സായുധ സേനയിൽ തുടരുന്നു. അതിൽ 12 പേരെ കാണാതായതായി റഷ്യൻ പക്ഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാണാതായ എല്ലാ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനും അവരുടെ സുരക്ഷാ, ക്ഷേമം, നേരത്തെയുള്ള ഡിസ്ചാർജ് എന്നിവ ഉറപ്പാക്കാനും ബന്ധപ്പെട്ട റഷ്യൻ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യൻ സായുധ സേനയിലെ സേവനങ്ങൾ നിർത്തലാക്കപ്പെട്ട ഇന്ത്യൻ പൗരന്മാർക്ക് റഷ്യയിലെ ഇന്ത്യൻ മിഷനും പോസ്റ്റുകളും അവരെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ സഹായിച്ചു. യാത്രാരേഖ ലഭ്യമാക്കുന്നതിലൂടെയും ആവശ്യമുള്ളിടത്തെല്ലാം വിമാന ടിക്കറ്റുകൾ നൽകുന്നതിലൂടെയും ഉൾപ്പെടെ വിദേശത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും സുരക്ഷ, ക്ഷേമം എന്നിവയ്ക്ക് ഇന്ത്യൻ മിഷനുകളും പോസ്റ്റുകളും ഉയർന്ന മുൻഗണന നൽകുന്നുവെന്നും സഹായത്തിനായുള്ള ഏതെങ്കിലും അഭ്യർത്ഥന ലഭിക്കുമ്പോൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം ഉക്രൈനിലെ യുദ്ധക്കളത്തിൽ പിടിക്കപ്പെട്ടതായും റഷ്യൻ പക്ഷത്ത് സേവനമനുഷ്ഠിക്കാൻ നിർബന്ധിതരായതായും 2 ഇന്ത്യൻ പൗരന്മാർ ദി ഹിന്ദുവിനോട് പറഞ്ഞിരുന്നു. കുറഞ്ഞത് 13 ഇന്ത്യക്കാർ കൂടി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നതായി 2 റിക്രൂട്ട്മെന്റുകൾ അവകാശപ്പെട്ടു. കഴിഞ്ഞ 6 മാസത്തിനിടെ ഇവരെല്ലാം വിദ്യാർത്ഥി വിസയിലോ സന്ദർശക വിസയിലോ മോസ്കോയിലേക്ക് പോയിരുന്നു. നിർമ്മാണ തൊഴിലാളികളായി ജോലി ചെയ്യാൻ ഒരു ഏജന്റ് അവരെ നിയമിച്ചു. പക്ഷേ ഒടുവിൽ യുദ്ധമേഖലയിൽ എത്തിയെന്ന് ഉക്രൈനിലെ സെലിഡോവിൽ നിന്ന് ഫോണിൽ വിളിച്ച് ഇരുവരും പറഞ്ഞു. അവിടെ അവർ നിലവിൽ ഒരു കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഡോണെറ്റ്സ്ക് മേഖലയിലെ ഒരു പ്രധാന പട്ടണമായ സെലിഡോവിന്മേൽ 2024 നവംബറിൽ റഷ്യ അവകാശവാദം ഉന്നയിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഒരു പ്രസ്താവനയിൽ ഇന്ത്യക്കാരെ ഇനി സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നില്ലെന്ന് റഷ്യൻ എംബസി പറഞ്ഞിരുന്നു. 2024 ജൂലൈയിൽ മോസ്കോ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഈ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഈ ഉറപ്പ് ലഭിച്ചത്. ഇത്തരം ജോലികൾക്ക് ഇരയാകരുതെന്ന് ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന നിരവധി മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ജമ്മു നിവാസികളായ 22-കാരനായ സുമിത് ശർമ്മ 6 മാസം മുമ്പാണ് റഷ്യയിലെത്തിയതെന്നും മോസ്കോ സ്റ്റേറ്റ് ലിംഗ്വിസ്റ്റിക്സ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഭാഷാ കോഴ്സ് പഠിക്കുകയാണെന്നും പറഞ്ഞു. അധിക പണം സമ്പാദിക്കുന്നതിനായി ഞാൻ ചെറിയ ജോലികൾ അന്വേഷിക്കുകയായിരുന്നു. ഒരു സ്ത്രീ എന്നെ വിളിച്ച് നിർമ്മാണ ജോലികൾ വാഗ്ദാനം ചെയ്തു. പകരം ചില പേപ്പറുകളിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടു. റഷ്യൻ സൈന്യത്തിൽ ചേർന്നു. ഓഗസ്റ്റ് 20-ന് ഞാൻ ക്യാമ്പിലെത്തി. യാതൊരു പരിശീലനവുമില്ലാതെ അവർ ഞങ്ങളെ ഉക്രൈനിലെ ഒരു അധിനിവേശ പ്രദേശത്തേക്ക് കൊണ്ടുവന്നു. ഞങ്ങളെ പോകാൻ അനുവദിക്കുന്നില്ല. ഞങ്ങളെ വഞ്ചിച്ചു. ഞങ്ങൾ ഇവിടെ കുടുങ്ങിയിരിക്കുന്നുവെന്നും ശ്രീ ശർമ്മ ദി ഹിന്ദുവിനോട് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.